പാർവതി രാജിനെ പോലത്തെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? എന്ത് ചോദ്യം? പറ്റുമോ? എന്റെ കഞ്ഞിയിൽ പാറ്റിടാനുള്ള ചോദ്യമായിരുന്നു അത്. ഹലോ 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 വെൽക്കം ടു സ്റ്റൈൽ ടോക്സ്. ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മുടെ കേരളത്തിലുള്ള ആൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിൻ ഇംപ്രൂവ് ആവേ ഉള്ളൂ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതേത് മേക്കപ്പ് ആർട്ടിസ്റ്റ്? ഞാൻ കണ്ടെങ്കിൽ ജെൻസിസിൽ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള പിള്ളേരാണ്. അവർ പരീക്ഷിക്കുന്ന പോലെ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ബ്രൈഡ്സിന് ഈ വക പരീക്ഷണങ്ങൾ നടത്താതിരിക്കുക. ഇതൊന്നും ഇതിൽ വരില്ലെന്നല്ല. ടാലൻറ്റഡ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളതും ഡ്രഗ് സ്റ്റോർ കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സും ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇന്ന് ബ്ലഷ് ഇടാൻ മറന്നുപോയി. അതൊക്കെ ട്രോമ തന്നിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. കാരണം ആ ബ്രൈഡ് സ്ട്രെസ്ഡ് ആവുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കും അതിലേറെ ടെൻഷനാണ്. ബ്രൈഡ് കരയാൻ തുടങ്ങി, പാനിക്. ഒന്നാമത്തെ കാര്യം ലൈറ്റ് ഇല്ല, സിറ്റ് ഔട്ടിൽ ഇറങ്ങിയിരുന്ന് ചെയ്യാൻ തുടങ്ങി, കംപ്ലീറ്റ്ലി പാനിക്ഡായി. 2 days കഴിഞ്ഞപ്പോൾ സ്റ്റുഡിയോയിൽ ആ ബ്രൈഡിൻ്റെ അച്ഛനും അമ്മയും പേഴ്സണലി എന്നെ മീറ്റ് ചെയ്യാൻ വന്നത് ഞാൻ മറക്കില്ല. സീനിയർ ആർട്ടിസ്റ്റ് ചെയ്തതിനേലും ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവരെന്നെ നേരിട്ട് വന്ന് ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്ന് കണ്ട് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കേട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ടു സ്റ്റൈൽ ടോക്സ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കൺഫെഷൻ ഉണ്ട്. ബിക്കോസ് എനിക്ക് ഈ വിഷയത്തിനെ പറ്റിയിട്ട് ഒരു 0.00 നോളജാണ് ഉള്ളത്. ആൻഡ് ദ ടോപ്പിക് ഇസ് ദ ഹോട്ട് ടോപ്പിക് ഇസ് മേക്കപ്പ് ആണ്. എൻ്റെ കൂടെയുള്ളത് പാർവതി രാജാണ്. പാർവതി ദ മോസ്റ്റ് പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, റീൽസിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ നിങ്ങൾക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസ് ആയിരിക്കും. സോ പാർവതി, വെൽക്കം ടു സ്റ്റൈൽ ടോക്സ്. താങ്ക് യു. നമ്മൾ ആക്ച്വലി സംസാരിച്ച് തുടങ്ങിയിട്ട് ഒരു 3/4 മണിക്കൂറായിട്ടുണ്ടാവും അതിനെ പറ്റിയിട്ട്. ജോക്സ് അപ്പാട്ട് നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഞാനിത് പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ എവിടെ തുടങ്ങണം എന്ന് നോക്കിയപ്പം ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. മേക്കപ്പ് എന്ന് പറയുമ്പോൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊന്നും തോന്നത്തില്ല. കാരണം ഒരു ബിഗിനറിന് ചോദിക്കാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്തുമുണ്ട്. സോ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് പാർവതി വന്നത്? ആൻഡ് എങ്ങനെയുണ്ട് ജോബ്? എങ്ങനെ പോന്നു ലൈഫൊക്കെ? നന്നായി പോന്നു. പിന്നെ നിലവിൽ അതായത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല. ബാങ്കിങ് ഫീൽഡായിരുന്നു. അപ്പം നമുക്ക് ഡെയിലി ഇങ്ങനെ തോന്നൂല, ഇതെൻ്റെ കപ്പ് ഓഫ് ടീ അല്ല എന്നുള്ളത്. പിടിക്കണം. അതെ, കറക്റ്റ്. ഒന്ന് മാറ്റി പിടിക്കണം എന്നുള്ളത്. അങ്ങനെ വന്നതായിരുന്നു. ആക്ച്വലി 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറേ വീഡിയോസിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ബേക്കിംഗ് നല്ല ഇഷ്ടമായിരുന്നു. ഓക്കെ. ബേക്കിങ്ങും പിന്നെ മേക്കപ്പും ആയിരുന്നു. പിന്നെ ഞാൻ പഠിച്ചത് ബിസിനസ്സാണ്, MBA ആണ്. സോ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നോക്കിയിട്ടും കൂടെ എല്ലാം കൂടെ ഒന്ന് കുറച്ചുകൂടെ ഓക്കെ ആയിട്ട് തോന്നിയത് മേക്കപ്പാണ്. പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നി. അങ്ങനെ ഇതിലേക്ക് എത്തി. യെസ്. പിന്നെ സ്റ്റാർട്ടിങ് പറഞ്ഞ 0.00 നോളജ് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ വരുന്ന ആളുകൾ, ഇപ്പം ബ്രൈഡ്സിനെ, എസ്പെഷ്യലി ഞാൻ ബ്രൈഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും ഇതിനെപ്പറ്റി നല്ല നോളജബിൾ ആണ്. അതാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഇപ്പോൾ ഉള്ള ബ്രൈഡ്സിനെയും വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഒരുവിധം പിള്ളേർക്കൊക്കെ എല്ലാം അറിയാം. വിത്ത് റെഫറൻസ് ആയിട്ടാണ് എല്ലാവരും വരുന്നത്. ആർക്കും ആ ഒരു നോളജിൻ്റെ പ്രശ്നമൊന്നുമില്ല. എന്താ വേണ്ടതെന്നുള്ളത് അവർക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ട്, എനിക്ക് ഇന്നതുപോലെ വേണം എന്നുള്ളത്. അപ്പം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിലെ ആ ഒരു ബ്രൈഡ്സും ഒരു 26ലേക്ക് വരുമ്പം ഉള്ള ക്ലയൻസും വെച്ചുള്ള ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഇപ്പം? ആദ്യം ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നതിന് മുന്നേ എൻ്റെ ആദ്യത്തെ ബ്രൈഡിന് ഒരു താങ്ക് യു പറയണം. ബിക്കോസ് എൻ്റെ വർക്കിനെയും എന്നെയും ട്രസ്റ്റ് ചെയ്ത് ആളുടെ ബിഗ് ഡേയിൽ ആ ഒരു വർക്ക് തന്നതാണ്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള മിക്ക ബ്രൈഡ്സിനും ഒരു 80% ബ്രൈഡ്സിനും അവർക്കൊരു ഐഡിയ ഉണ്ട് അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത്. സോ അന്നൊക്കെ ഞാൻ പഠിച്ചിറങ്ങിയ ആ സമയമായതുകൊണ്ട് സ്കിൽസാണ്, അതായത് എങ്ങനെ അത് ടെക്നിക്സ് എങ്ങനെ അപ്ലൈ ചെയ്ത് ഒരു ബെറ്റർ ലുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പം ഓരോ ബ്രൈഡിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചും നമ്മൾ കസ്റ്റമൈസ് ചെയ്യുകയാണ് ലുക്സ്. അവരുടെ ഫേസിനും ഫീച്ചേഴ്സിനുമൊക്കെ ചേരുന്ന രീതിയിൽ. ഒരുവിധം എല്ലാ ബ്രൈഡ്സിനും അത്യാവശ്യം ഐഡിയ ഉണ്ട് മേക്കപ്പ് പ്രൊഡക്റ്റിനെ പറ്റിയും, എന്ത് ലുക്ക് വേണം, ഡ്യൂയി ഫിനിഷ് വേണോ മാറ്റ് ഫിനിഷ് വേണോ എന്നൊക്കെ ഉള്ളതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഈ ഡ്യൂയി ഫിനിഷ് മാറ്റ് ഫിനിഷ് ഒക്കെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ബ്രൈഡ്സ് ഏറ്റവും കൂടുതൽ എനിക്ക് കൊറിയൻ
മേക്കപ്പ് ഗ്ലാസ് സ്കിൻ, ഗ്ലാസ് ഫിനിഷ്, ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് അതും. ശരിയാ. പക്ഷെ ഞാൻ ചെയ്ത് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാനത് മടുത്തു ആക്ച്വലി. എല്ലാവരും അതായിരിക്കും, എല്ലാവർക്കും അത് മതി ഇപ്പോൾ. പക്ഷേ മിക്ക സ്കിൻ ടൈപ്പിനും അത് സ്യൂട്ട് ആവാറില്ല. വളരെ നോർമൽ ടു അത്യാവശ്യം പ്രോബ്ലം ഒന്നും ഇല്ലാത്ത സ്കിന്നിനൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും. ഓയിലി സ്കിൻ, അതേപോലെ ആക്നെ, ആക്റ്റീവ് ആക്നെ, സ്കാഴ്സൊക്കെ ഒത്തിരി ഉള്ളതൊക്കെ ആണെങ്കിൽ അത് കുറച്ച് അച്ചീവ് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരിക്കും. ഈ ഗ്ലാസ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ അത്രയും മിനിമൽ ലെയറിങ് ഓഫ് പ്രൊഡക്ട്സും ഒക്കെ ആയിട്ട് സ്കിൻ ഫിനിഷ് പോലെ തന്നെ ഇരിക്കും. കുറച്ച് ഗ്ലോ ഉണ്ടാവും, കൂടുതൽ ഗ്ലോ ഉണ്ടാവും ലൈറ്റൊക്കെ വരുമ്പോൾ. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ബ്രൈഡ്സിനും അത് മതി. അവർ ചോദിക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം ചെയ്യാൻ പറ്റുന്ന സ്കിൻ ആണെങ്കിൽ നമ്മളത് പറയും, ഇല്ലെങ്കിൽ ഒരു സെമി ഡ്യൂയിലേക്കൊക്കെ എന്നാലും സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പം പിമ്പിൾസ് ഉള്ള സ്കിന്നാണെങ്കിൽ ചിലപ്പം വാശി പിടിക്കുമല്ലോ, എനിക്കിത് തന്നെ മതി എന്നുള്ള കാര്യം. ചിലപ്പം നമ്മുടെ ഫൈനൽ ഔട്ട് വരുമ്പോൾ ചിലപ്പോൾ ചിലർക്കത് ചെയ്തിട്ട് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് പിമ്പിൾസ് ഉള്ളവർക്കൊക്കെ ശരിക്കും ഗ്ലാസ് സ്കിൻ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യാറില്ല. ശരിക്കും ഈ ആക്റ്റീവ് ആക്നെയൊക്കെ ഉള്ളവരുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഓയിലി സ്കിൻ ആയിരിക്കും. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ കഴിവതും ഈ ഗ്ലാസ് ഫിനിഷ് മേക്കപ്പ് ഒഴിവാക്കുന്നതായിരിക്കും. അതിൽ കൂടുതലും നമ്മൾ ആ കൈൻഡ് ഓഫ് മേക്കപ്പിൽ കൂടുതലും ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ലിക്വിഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അവരുടെ സ്കിന്നിലേക്ക് ചെല്ലുമ്പോൾ കുറേ നേരം കഴിയുമ്പം ഒന്നും കൂടെ ഓയിലി ആവാൻ തുടങ്ങും. സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ ഒരു ഡിസ്കോ ബോൾ പോലെ ഉണ്ടാകും ഫേസ് കാണാനായിട്ട്. അപ്പോൾ അത് ഒരു പരിധി വരെ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാവരും എനിക്ക് കിട്ടുന്ന ബ്രൈഡ്സൊക്കെ നമ്മളെ ട്രസ്റ്റ് ചെയ്യും നമ്മൾ പറയുന്നത്, അങ്ങനെ ചെയ്തു പോകാറുണ്ട്. അപ്പം ഇപ്പോൾ ചോദിക്കുവാണെങ്കിൽ ഓയിലി അല്ലെങ്കിൽ ആക്റ്റീവ് ആക്നെയൊക്കെ ഉള്ളവരാണെങ്കിൽ കഴിവതും മാറ്റ് ഫിനിഷ് മേക്കപ്പിലേക്ക് പോകുന്നതായിരിക്കും വെഡ്ഡിങ് ഡേയുടെ അന്ന് നല്ലത്. ഇപ്പോൾ ഈ സ്കാർസ് പറഞ്ഞു, ഡാർക്ക് സർക്കിൾസ്, ഇതൊക്കെ ഒരുപാടുള്ള ആളുകൾ ആദ്യമൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പാർലറിലൊക്കെ നമ്മൾ ത്രെഡ് ചെയ്യാനൊക്കെ പോകുമ്പം നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അവരോടാണ് അഡ്വൈസ് ചെയ്യുക, ചേച്ചി ഇതെങ്ങനെയാണ് മാറ്റുക. അങ്ങനത്തെ അഡ്വൈസസ് എനിക്ക് തോന്നുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റുകളോടും ക്ലയൻസ് വരുമ്പോൾ ചോദിക്കാറുണ്ട്. എനിക്ക് കുറേ സ്ഥിരമായി വരുന്ന ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണമാണ് ഈ അണ്ടർ ഐ ഡാർക്ക്നെസ് എങ്ങനെ മാറ്റാം, അതേപോലെ അണ്ടർ ആം ഡാർക്ക്നെസ്, പിന്നെ പിഗ്മെൻറ്റേഷൻ, ഇതൊക്കെ എങ്ങനെ മാറ്റാം എന്നുള്ളത് ചോദിക്കാറുണ്ട്, സ്കാർസിനെ പറ്റിയൊക്കെ. അപ്പോൾ ഞാൻ അവരോട് എല്ലാം പറയുന്നത് അതിൻ്റേതായ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത്, പ്രത്യേകിച്ച് ഈ സെൻസിറ്റീവ് സ്കിൻ, ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ ഒരു കൺസൾട്ട് ചെയ്തിട്ട് അവർ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ല. ബിക്കോസ് നമ്മൾക്ക് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്കിന്നുമായി ഡീൽ ചെയ്യുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ ഈ സ്കിന്നിൽ വരുന്ന ഇഷ്യൂസിനെ പറ്റി ഒന്നുമല്ല ഇപ്പം ഒരു മേക്കപ്പ് അക്കാഡമിയിൽ ചെന്നാൽ പഠിക്കുന്നത്. ഓരോ സ്കിൻ ടൈപ്പിനും പറ്റിയ മേക്കപ്പ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അഡ്വാൻസ്ഡ് ആയിട്ട് സ്കിന്നിനെ പറ്റിയൊന്നും കൂടുതൽ പഠിക്കുന്നില്ല. പിന്നെ പഠിക്കുന്നത് ബ്യൂട്ടീഷ്യൻസ് ആണ്, ഏത് സ്കിന്നിന് ഏത് ഫേഷ്യൽസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അവിടെയും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പെർമനൻ്റ് ആയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പഠിച്ച് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരാണല്ലോ ഈ ഡെർമറ്റോളജിസ്റ്റൊക്കെ. എപ്പോഴും അവരെ കൺസൾട്ട് ചെയ്ത് അവരുടെ സജഷനിലുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എൻ്റെ ഡൗട്ടാണ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റും ബ്യൂട്ടീഷ്യൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് രണ്ട് കാറ്റഗറിയാണ് ആക്ച്വലി. ഞാനൊരു ബ്യൂട്ടീഷ്യൻ അല്ല, ബിക്കോസ് ഞാൻ മേക്കപ്പ് മാത്രമാണ് പഠിച്ചേക്കുന്നത്. ബ്യൂട്ടീഷ്യൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഈ സ്കിൻ സർവീസസ് ചെയ്യും, അതേപോലെ തന്നെ അവർ മേക്കപ്പും ചെയ്യും. സോ അവർ ഇതെല്ലാം ഒരു ഓൾറൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം ബ്യൂട്ടീഷ്യൻസ്. നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് പ്രൊഫഷണലി മേക്കപ്പ് എന്നൊരു ഫീൽഡ് മാത്രം എടുത്ത് പഠിച്ച് വന്നേക്കുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ച മേക്കപ്പ് ചെയ്യാൻ പഠിച്ച കുറേ അക്കാഡമിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ഈവൻ ത്രെഡിങ് പോലും നമ്മൾക്ക് പഠിപ്പിക്കുന്നില്ല. ഡയറക്റ്റ് നമ്മൾക്ക് സ്കിൻ പ്രെപ്പിംഗ് തുടങ്ങി കൈൻഡ് ഓഫ് മേക്കപ്പ് പ്രൊഡക്ട്സ് അങ്ങനെ പോവുകയാണ്. ഈ ത്രെഡിങ്, ഫേഷ്യൽസ്, പിന്നെ ഈ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ്, ഇതെല്ലാം ബ്യൂട്ടീഷ്യൻസ് അവർ ആ ബ്യൂട്ടീഷ്യൻ കോഴ്സിലാണ് അത് പഠിക്കുന്നത്. സോ ഇപ്പോഴും കുറേ ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട് ബ്യൂട്ടീഷ്യൻസും മേക്കപ്പ് ആർട്ടിസ്റ്റും ഒന്നാണെന്നുള്ളത്. എൻറ്റയർലി ഡിഫറെൻറ്റ് കാറ്റഗറിയാണ് വരുന്നത്. ഇപ്പം സ്കിൻ സർവീസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആക്ച്വലി എന്താണ് ഈ സ്കിൻ സർവീസ് എന്ന് പറയുന്നത്? ചിലരിങ്ങനെ നമ്മൾ പ്രീ വെഡിങ്ങിൻ്റെ ടൈമിലൊക്കെ ബ്രൈഡ്സിന് സ്കിൻ സർവീസ് കൊടുക്കുമെന്ന് പറയും. എന്താണ് ആക്ച്വലി സ്കിൻ സർവീസ് എന്ന് പറയുന്നത്? മെയിനായിട്ട് മേക്കപ്പിലേക്ക് വരുമ്പോൾ ഒരു നല്ല ക്യാൻവാസ് ഉണ്ടെങ്കിൽ മാത്രമാണ്
മേക്കപ്പ് നല്ല ഫിനിഷിലേക്ക് എത്തുക എന്നുള്ളത്. സോ മിക്ക ബ്രൈഡ്സും സ്കിൻ അത്ര നന്നായിട്ട് വെക്കാതെ അത് അവരുടെ മിസ്റ്റേക്ക് അല്ല. ഈ വർക്കും എനിക്ക് വരുന്ന മിക്ക ബ്രൈഡ്സും പുറത്തൊക്കെ ഉള്ളവരാ, നേഴ്സ് ഡോക്ടേഴ്സൊക്കെ. അവരുടെ ലൈഫ് സ്റ്റൈൽ അറിയില്ല, അവർക്ക് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് പോലും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഈ സ്കിൻ കെയർ ഒന്നും അത്ര നോക്കാനുള്ള ടൈം ഉണ്ടാവില്ല ഇപ്പോഴത്തെ കാലത്ത്. സ്കിൻ കെയറിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് ബ്രൈഡ്സ് ശ്രദ്ധിക്കേണ്ടത് ഫേഷ്യൽ, പിന്നെ ഹെയറിലേക്ക് വരുമ്പോൾ സ്പാ, പിന്നെ പെഡിക്യൂർ, മാനിക്യൂർ. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേനും ഓൾമോസ്റ്റ് ഒന്ന് നീറ്റാവും. ബിക്കോസ് മിക്ക ബ്രൈഡ്സിനോടും ഞാൻ പറയുന്ന സ്പാ മസ്റ്റായിട്ട് ചെയ്യണമെന്നുള്ളതാണ്. ഓയിൽ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും സ്കാൽപ്പ് സെൽഫ് പ്രൊഡ്യൂസിങ് ആയിരിക്കും, കുറച്ച് ഓയിലി ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പം നമ്മൾ വീട്ടിലത് വാഷ് ചെയ്താൽ അത് കംപ്ലീറ്റ് ഓയിൽ ഫ്രീ ആയിട്ട് കിട്ടണമെന്നില്ല, ഇപ്പോൾ ഓയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിലും. സോ അതുകൊണ്ടാണ് വെഡ്ഡിങ് ഡേയുടെ 4 അല്ലെങ്കിൽ 3 ദിവസം മുന്നേ ഈ സർവീസസ് എടുക്കാൻ പറയുന്നത്. മെയിനായിട്ട് വരുന്നത് സ്പാ. പിന്നെ ഫേഷ്യലിൻ്റെ കേസിലേക്ക് വരുമ്പം അത്യാവശ്യം നല്ല സ്കിന്നൊക്കെ ആണെങ്കിൽ നിർബന്ധമില്ല ഫേഷ്യൽ ചെയ്യണമെന്നുള്ളത്. പക്ഷേ അവർക്ക് ഈ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ക്ലീനപ്പ് എടുത്താൽ നല്ലതായിരിക്കും. അങ്ങനെയല്ല, നല്ല ഈ പിഗ്മെൻറ്റേഷനും ടാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3-4 ദിവസം മുന്നേ ഫേഷ്യലൊക്കെ ചെയ്ത് ആൻറ്റി ടാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഡീ ടാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടിരിക്കും സ്കിന്ന്. ആ ഒരു ഡൾനെസ് മാറി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടിരിക്കും. സോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ലൊരു ക്യാൻവാസായി കിട്ടും, അത്യാവശ്യം നന്നായിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ഈ ഫേഷ്യൽസ് ഒന്നും അധികം ചെയ്യാത്ത ബ്രൈഡ്സ് ഉണ്ടാകും, ഫസ്റ്റ് ടൈം ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഒന്ന് ട്രയൽ എടുത്ത് നോക്കുക എന്നുള്ളതാണ്. ബിഫോർ 10 days മുന്നേ, അല്ലെങ്കിൽ ഒരു 2 weeks മുന്നേ ഒക്കെ ഒന്ന് ട്രയൽ എടുത്ത് നോക്കുക. ചിലവർക്ക് ചില ഫേഷ്യൽസ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവാറുണ്ട്, ചിലവർക്ക് പീലിംഗ് സ്റ്റാർട്ട് ചെയ്യും. സോ ഇത് നമ്മൾ ട്രയൽ ചെയ്യാതെ ഈ ഫംഗ്ഷൻ ഒരു 3-4 ദിവസം മുന്നേ ചെയ്യുമ്പോൾ ഈ ബ്രേക്ക് ഔട്ട്സോ മെയിനായിട്ട് ഈ പീലിംഗ്, സ്കിൻ പീലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ അതൊന്നും കൂടെ എടുത്തറിയും. ഒരു ഫിനിഷ്, അവരുദ്ദേശിക്കുന്ന ഒരു ഫിനിഷ് നമുക്ക് മേക്കപ്പിൽ കൂടെ കൊടുക്കാൻ സാധിക്കത്തില്ല. സോ അത് ഭയങ്കര 2-3 ബ്രൈഡ്സിന് അങ്ങനെ ചെയ്തൊരു ഇഷ്യൂ ആയപ്പോൾ ഞാൻ എല്ലാവരോടും അതാ പറയുന്നത്, ചെയ്ത് നോക്കാത്ത ബ്രൈഡ്സ് ആണെങ്കിൽ ഇതിനൊക്കെ ഒരു ട്രയൽ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഫേഷ്യൽ അവരുടെ സ്കിന്നിന് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ 2 മാസം മുന്നേ ഒക്കെ ആണെങ്കിൽ, 2 ആഴ്ച മുന്നേ ഒക്കെ ആണെങ്കിൽ ഈ ബ്രേക്ക് ഔട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഹീലാവാനുള്ള സമയം, അതേപോലെ പീലിംഗ് ഒക്കെ ആണെങ്കിൽ അതൊന്ന് മാറാനുള്ള സമയം അപ്പം നമുക്ക് കിട്ടും. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ 3-4 ദിവസം മുന്നേ ആണെങ്കിൽ, പ്രത്യേകിച്ച് പീലിംഗ് ഒക്കെ 3 ദിവസം കഴിയുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ രാവിലെ മേക്കപ്പ് ചെയ്യാൻ വന്നിരിക്കുമ്പം ഇതിങ്ങനെ പീലായിക്കൊണ്ടിരിക്കും. മെയിനായിട്ട് ഈ മൂക്കിൻ്റെ ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പീലായിക്കൊണ്ടേയിരിക്കും. ന്യൂ ബ്രൈഡ്സ് പ്ലീസ് നോട്ട് ദിസ്. ഓക്കേ, നിങ്ങൾ ഫേഷ്യൽ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ്, ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നതെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഒരു 2 weeks മുന്നെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫേഷ്യലിന്റെ ട്രയൽ ഒന്ന് എടുത്തു നോക്കുക. മെന്നിലേക്ക് വരാൻ നേരത്ത് ബ്രൈഡ്സിന്റെ കാര്യം മാത്രം നമ്മൾ പറയണ്ടല്ലോ, ഗ്രൂംസിലേക്ക് വരാൻ നേരത്തും അവർക്കും ഈ ഒരു സർവീസ് ഒക്കെ വേണ്ടതാണ് അല്ലേ? ആ ഒരു സമയത്ത് മേ ബി ചിലർ ആ ഒരു സമയത്ത് മാത്രമായിരിക്കും. ഗ്രൂംസിന്റെ ഒക്കെയാണ് ഞാൻ കൂടുതലും കണ്ടേക്കുന്നത് ഈ ടാൻ കൂടുതൽ ഫേസില്. അപ്പൊ അവരൊക്കെ ഒരു ഡീ ടാൻ ഒക്കെ എടുത്ത് ഒരു നല്ലൊരു ഫേഷ്യലൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും, ബ്രൈറ്റൻ അപ്പ് ആയി ഇരിക്കും ആ വെഡിങ് ഡേയുടെ അന്ന്. ദാറ്റ് ഫേമസ് ബോളിവുഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് മിതേഷ് രജനി, ആൾ ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ് ഡാർക്ക് സർക്കിൾസിൻ്റെ കാര്യം. എല്ലാവർക്കും എനിക്കും ഉണ്ട്. ഇപ്പം ഡാർക്ക് സർക്കിൾസ് നമ്മൾ കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും, ഇപ്പം സെലിബ്രിറ്റീസ് ആണെങ്കിലും ഇപ്പം ബ്രൈഡ്സ് ആണെങ്കിലും നോർമലി ഒരാൾ മേക്കപ്പ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഡാർക്ക് സർക്കിൾസ് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധം പിടിക്കാറുണ്ടെന്ന് ആളുടെ അടുത്ത് വരാൻ നേരത്ത്. ആൾ പറയണത് ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ, നിങ്ങൾക്കൊരു നാച്ചുറൽ കൺസീലാണത്, അത് പിന്നെ ഒരു ഷെയ്ഡാണത്, നിങ്ങൾക്കത് കൺസീൽ ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ പറയും. ഇപ്പം ഈ 2026 വരുമ്പം ഈ ബ്യൂട്ടി എന്നൊക്കെ പറയുന്ന കാര്യത്തിന് ഗ്ലോറിഫൈ ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യത്തിനോട് പാർവതിക്ക് എന്താ പറയാനുള്ളത് ഈ ബ്യൂട്ടി ഗ്ലോറിഫൈങ്ങിൻ്റെ കാര്യത്തിൽ? ഇത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത് ഓരോ ആൾക്കാരുടെയും പെർസ്പെക്റ്റീവാണ്. ഇപ്പോൾ ചിലവർക്ക് ആ അണ്ടർ ഐ ഡാർക്ക്നെസ് ഭയങ്കര
കോൺഷ്യസ് ആയിരിക്കും എൻ്റെ ഈ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ്. പ്രത്യേകിച്ച് ബ്രൈഡ്സ് ആ സമയങ്ങളിൽ ആ ദിവസങ്ങളൊക്കെ കുറേ ടെൻഷനിൽ കൂടെ പോകുന്ന ആൾക്കാരായിരിക്കും, ഉറക്കമില്ലായ്മ. അപ്പോൾ ഇത് കൂടും. ചില ബ്രൈഡ്സ് ഭയങ്കര കൺസേൺഡ് ആണ്, എൻ്റെ ഇത് ഡാർക്ക്നെസ് പോവില്ലേ, എൻ്റെ പിഗ്മെൻറ്റേഷൻ പോവില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ബ്രൈഡ്സിന് ഇത് മറയ്ക്കണോ മോളെ, ഇത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഫുൾ കോൺഫിഡൻസ് ഞാൻ അങ്ങോട്ട് കളയുകയാണ്. അവർ എന്നെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്, ലൈക്ക് ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് അവർക്ക് അത്യാവശ്യം നീറ്റാക്കി കൊടുക്കും എന്നുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഇത് ചോദിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നില്ല. ബിക്കോസ് ആ ഫുൾ ഡേ അവർ കോൺഫിഡൻ്റ് ആയിട്ടും ഹാപ്പി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മേജർ പാർട്ട് നമ്മളാണ് നോക്കുന്നത്. സോ സ്കിൻ ടോൺ അനുസരിച്ച് മേക്കപ്പ് വേണം എന്ന് പറയുമല്ലോ ആൾക്കാർ. ചിലർ പറയും എനിക്ക് ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതെ, മോസ്റ്റ്ലി എനിക്കൊന്ന് ഇപ്പം ഉള്ള ആളുകളെല്ലാം അതാണ്. എനിക്ക് വരുന്ന ഒരു 99% ബ്രൈഡ്സും പറയുന്നത് വളരെ നാച്ചുറൽ ഫിനിഷിൽ സട്ടിലായിട്ട് ഒട്ടും ഹെവി ആക്കാതെ മതി എന്നുള്ളതാണ്. ചില ബ്രൈഡ്സ് ഒന്നും ചെയ്യാൻ സമ്മതിക്കാറില്ല. അപ്പം ഞാൻ ചോദിക്കും, എന്നെ ഇത്രയും പൈസ തന്ന് വിളിക്കുന്നില്ലേ, പണിയെടുക്കാൻ അനുവദിച്ചുകൂടെ എന്ന് ചോദിക്കും. എനിക്ക് തോന്നുന്നത് ഹെയറിലാണ് പിന്നെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്നല്ലേ. അതും ഉണ്ട്. 2 തരത്തിലുള്ള ബ്രൈഡ്സ് ഉണ്ട് കേട്ടോ. ഒന്ന് കംപ്ലീറ്റ് നമുക്ക് വിട്ടു തരും, ചേച്ചി എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ സുന്ദരിയായിട്ടിരുന്നാൽ മതി. അതെ, നേരത്തെ പറയുന്നത് പോലെ എൻ്റെ ഡബിൾ ചിൻ ഒന്ന് ഇത് ചെയ്തു തരണം, മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ഒട്ടിയതുപോലെ തോന്നണം, പ്രായം തോന്നാൻ പാടില്ല. അങ്ങനെ കുറെ കൺസേൺഡ് ആയിട്ടുള്ള ബ്രൈഡ്സ് ഉണ്ടാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെയുള്ളവരുടെ അടുത്ത് ഞാൻ പറയുകയാണ്, മോളെ ഈ ഡാർക്ക്നെസ് ഒക്കെ അവിടെ ഇരുന്നോട്ടെ, അത് നിങ്ങൾക്ക് നാച്ചുറലി ഉള്ളതല്ലേ എന്ന് പറഞ്ഞാൽ അത് അവരുടെ കോൺഫിഡൻസ് കംപ്ലീറ്റ്ലി പോകുന്നൊരവസ്ഥയായിരിക്കും. എനിക്ക് അല്ല, ഇപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റിൽ അങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഞാൻ ആക്ച്വലി ഞാൻ അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, പാർവതി പറയില്ല, തോന്നുന്നില്ല. ആക്ച്വലി ഇപ്പം കറന്റ് സ്റ്റേജിലേക്ക് വരുമ്പം സെൽഫ് പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു സംഭവം, പേഴ്സണൽ ബ്രാൻഡിങ്. ഞാനാണല്ലോ അതിനൊരു എക്സാമ്പിൾ. പാർവതിക്ക് ഇൻസ്റ്റ, ഐ തിങ്ക് ഞാൻ ഇവിടെ ഇരിക്കാനുള്ള കാരണം അതാണല്ലോ. പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞൊരു കാര്യം എനിക്ക് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. എന്നാൽ മാത്രമേ ഇപ്പം സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ശരിക്കും ഡിപ്പെൻസ് ആണ് ആക്ച്വലി. ഇതൊരു ബൂസ്റ്റർ പോലെയാണ് ഈ പേഴ്സണൽ ബ്രാൻഡിങ്. എൻഡ് ഓഫ് ദ ഡേ മേക്കപ്പ് ആർട്ടിസ്റ്റിന് സ്കില്ലുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വർക്ക് വരും. ആ സ്കിൽഡ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് പേഴ്സണൽ ബ്രാൻഡിങ് കൂടെ ചെയ്യുവാണെങ്കിൽ ഒരു ബൂസ്റ്റർ പോലെ ആയിരിക്കും, കുറച്ചുകൂടെ അവർക്ക് റീച്ച് ഉണ്ടാകും. നിറയെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് നല്ല ഭംഗിയിൽ ചെയ്യുന്ന ആൾക്കാർ, പക്ഷെ അവർ ക്യാമറയ്ക്ക് മുന്നിലേക്ക് അവരുടെ തന്നെ ആയിട്ട് ബ്രാൻഡിങ് ചെയ്യാറില്ല. അപ്പം നമ്മളിവരുടെ പേജൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയിൽ ചെയ്യാം, പക്ഷെ അത്ര റീച്ച് വരുന്നില്ല. അപ്പം അവർ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. അതേപോലെ സെയിം ടൈം നല്ല സ്കിൽഡ് ആയിട്ടുള്ളവർ പേഴ്സണൽ ബ്രാൻഡിങ് ഇതുപോലെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പം അത് ഒരു എക്സ്ട്രാ ഒരു ആഡ് ഓൺ മാതിരിയാണ്. അവർക്ക് കുറച്ചുകൂടെ എക്സ്പോഷർ കിട്ടുകയാണ്, വിസിബിലിറ്റി കൂടുകയാണ്. പാർവതി രാജിനെ പോലത്തെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? എന്ത് ചോദ്യം, പറ്റുമോ? പറ്റാഴികയൊന്നുമില്ല. എൻ്റെ കഞ്ഞി പാറ്റിടാനുള്ള ചോദ്യമായിരുന്നു അത്. അല്ല, ഇത്രയും റീച്ചുള്ള യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും പാർവതി ഒരുപാട് ടിപ്സും ഒക്കെ ആൾക്കാർക്ക്, ബ്യൂട്ടി ടിപ്സ് ഞാൻ പറയുന്നില്ല, നോർമലി ആൾക്കാർക്കുള്ള കുറേ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇത്രയും റീച്ച് ആയിട്ടുള്ള ഒരാളെ സാധാരണക്കാർക്ക് റീച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റാഴിയൊന്നുമില്ല. ഓക്കെ, ഐ വാണ്ട് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഇതുവരെ എത്ര ബ്രൈഡ്സിനെ ഒരുക്കിയിട്ടുണ്ടോ? മോർ ദാൻ 1000. 9 years കഴിഞ്ഞില്ലേ, 10 വർഷം. ഇത് എന്തെങ്കിലും ഭയങ്കര മോസ്റ്റ് മെമ്മറബിൾ എന്ന് പറയാൻ എന്തെങ്കിലും ഒരു മൊമെൻറ്റ് ഈ ഒരു 1000 ബ്രൈഡ്സിൻ്റെ ഇടയ്ക്ക് ഒരാളെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനോ മൊമെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ? അന്ന് അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു 4 to 5 years ബാക്ക് ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഇതിങ്ങനെ കയറി വരുന്നതല്ല ഉള്ളൂ. അപ്പോൾ അന്നത്തെ കൊലകൊമ്പന്മാരായ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം മെയിൻ ഇവൻറ്റ് അന്നത്തെ കാലത്തെ വലിയൊരു ആർട്ടിസ്റ്റിനാണ് കൊടുത്തത്. തലേ ദിവസത്തേത് ഞാനാണ് ചെയ്തത്. സോ വർക്കൊക്കെ കഴിഞ്ഞ് 2 days കഴിഞ്ഞപ്പോൾ സ്റ്റുഡിയോയിൽ ആ ബ്രൈഡിൻ്റെ അച്ഛനും അമ്മയും പേഴ്സണലി എന്നെ മീറ്റ് ചെയ്യാൻ വന്നത് ഞാൻ മറക്കില്ല. ഡോക്ടർ ആര്യ എന്നാണെന്ന് തോന്നുന്നു പേര് ബ്രൈഡിൻ്റെ. അങ്കിളും ആൻറ്റിയും പേഴ്സണലി എന്നെ മീറ്റ് ചെയ്യാൻ വന്നു. എന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. ബിക്കോസ് മേക്കപ്പ് അവർക്ക് ഇഷ്ടപ്പെട്ടു.
സീനിയർ ആർട്ടിസ്റ്റ് ചെയ്തതിനേലും ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവരെന്നെ നേരിട്ട് വന്ന് ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്ന് കണ്ട് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കേട്ടോ. ആൻറ്റിനെ അതുപോലെ തന്നെ ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു വൺ ഓഫ് ദ ഒരു 10-15 പേരിലൊക്കെ എടുക്കുക അതിനകത്ത് വരുന്ന ആൾ ആൾക്ക് വേണ്ടിയിട്ട് വെഡിങ് ഡേറ്റ് വരെ മാറ്റി വെച്ച ഉണ്ട്. നമ്മളടുത്ത് ചോദിക്കും കേട്ടോ, അത് ഡേറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ അത് ശരിയാട്ടോ. അങ്ങനെയും കേൾക്കുമ്പോഴും ഓക്കെ പാർവതിക്ക് അങ്ങനത്തെ ടെൻഷൻ ആണ് കേട്ടോ. നമുക്ക് വേണ്ടി ഒരു ഇവന്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എനിക്ക് സ്ട്രെസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ ബ്രൈഡിനെ മേക്കപ്പ് ചെയ്യാൻ ചെല്ലുമ്പോൾ ചേച്ചി അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സ് പറയുമോ, അതിൽ നമുക്ക് ഓഡിറ്റോറിയം ഇതും നോക്കാം, അങ്ങനെ പറയുന്ന ബ്രൈഡ്സ് ഉണ്ട്. അപ്പം എനിക്ക് സന്തോഷവുമാണ്, അറ്റ് ദ സെയിം ടൈം കുറച്ച് ടെൻഷനും ഉണ്ടാവും. അതെ, ആ ഒരു സിറ്റുവേഷൻ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ ഫൈനൽ ഔട്ട്പുട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ, ഇവർക്ക് വേണ്ടിയിട്ടാണോ കംപ്ലീറ്റ് എൻ്റെ വെഡിങ് മാറ്റി, അങ്ങനെയുണ്ട്. ആളുടെ പേര് സ്വാതി. ഇത് വീഡിയോ കാണുവാണെങ്കിൽ സ്വാതി എന്ന് പറയുന്ന ബ്രൈഡ് ലാസ്റ്റ് മന്ത് ചെയ്തതാ. സ്വാതി ഇതുപോലെ എൻ്റെ ഡേറ്റിന് വേണ്ടി വെഡിങ് മാറ്റിയ ഒരു ബ്രൈഡ്. താങ്ക് യു സ്വാതി. ഇപ്പം ആദ്യമൊക്കെ ആണെങ്കിൽ ഇപ്പം മേക്കപ്പ് ചെയ്ത് ചിലർ പറയും, എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഫസ്റ്റ് നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇപ്പോൾ കൺസീലർ ഇട്ടിരിക്കുമ്പോൾ നമ്മുടെ ഫേസ് മേ ബി കാണുമ്പോൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഒരു ഓക്വേർഡ് ഫീലിംഗും അത് പിന്നീടുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലാണല്ലോ നമ്മൾ ആ ഒരു ബ്യൂട്ടി വരുന്നത്. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ആൾക്കാർ ചിലപ്പോൾ കണ്ടിട്ട് ഇപ്പോൾ റിലേറ്റീവ്സും ഒക്കെ കയറി വന്നിട്ട് ചിലത് ജഡ്ജ് ചെയ്യുമെന്ന് പറയും. അതാണ് അല്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കാര്യം പറയാനുള്ളത്, ഒന്ന്, ഞാൻ എൻ്റെ എല്ലാ ബ്രൈഡ്സിനെയും മിററിൻ്റെ ഫ്രണ്ടിലിരുത്തിയാണ് ചെയ്യിക്കുന്നത്. ആദ്യം തുടങ്ങിയിട്ടുള്ളത് ഐബ്രോ തുടങ്ങി അവരുടെ അടുത്ത് ചോദിച്ച് ലെൻസ് വെക്കുന്ന തുടങ്ങി ഷെയ്ഡ് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചാണ് ചെയ്യുന്നത്. 2, കഴിവതും ബ്രൈഡ് മാത്രമാണ് റൂമിൽ, അധികം ആരെയും. ചിലപ്പോൾ ഈ അഭിപ്രായങ്ങൾ കൂടുതൽ പറയുന്നത് ഇതുമായിട്ട് യാതൊരുവിധ ഐഡിയ ഇല്ലാത്ത മനുഷ്യന്മാരായിരിക്കും. സോ അത് ബ്രൈഡിനും സ്ട്രെസ്ഡ് ആവും, നമുക്കും പീസ്ഫുള്ളി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ഓഫീസിലാണെങ്കിൽ എല്ലാവർക്കും ഓരോ ക്യാബിൻസ് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഒരു ക്യൂബിക്കിൾ പോലെ ആയിരിക്കത്തില്ല. എല്ലാവരുടെ വർക്കും പീസ്ഫുള്ളി ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറിലല്ലേ ചെയ്യുന്നത്. സെയിം പോലെ തന്നെയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും പീസ്ഫുള്ളി ചെയ്യാൻ പറ്റുന്ന ഒരു. പിന്നെ ചില ബ്രൈഡ്സിൻ്റെ ഒക്കെ സിസ്റ്റേഴ്സ് കൂടെ ഉണ്ട്, അവർക്ക് മേക്കപ്പ് ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് കൺസേൺഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഇപ്പം ഫ്രണ്ട് പറഞ്ഞാൽ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആണ്, അല്ലേ എൻ്റെ ചേച്ചി പറഞ്ഞാൽ കുറച്ചുകൂടെ, അങ്ങനെയുള്ളവരുടെ അടുത്ത് ചേച്ചീനെയും കൂടെ നിർത്തി ഹെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഓക്കെ അല്ലേ എന്ന് സജഷൻ ചോദിച്ച് ചെയ്യാറുണ്ട്. കഴിവതും ഒറ്റയ്ക്കാണ്. ഇപ്പം ചിലർ പറയും വീട്ടിൽ നിന്ന് ചെയ്യുന്നതിനെ കഴിഞ്ഞ് ബെറ്റർ സ്റ്റുഡിയോയിൽ നിന്ന് ചെയ്യുന്നതെന്ന് പറയും. ഇറ്റ്സ് ലൈറ്റിൻ്റെ ഡിഫറൻസ് അതൊക്കെ കാരണം വേറെയാണ്. അതൊക്കെ ട്രോമ തന്നിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ഇപ്പം ഹോം സർവീസ് അധികം കൊടുക്കാറില്ല. ബിക്കോസ് 1-2 ബ്രൈഡ്സിൻ്റെ അടുത്ത് പോലെ പോയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറേ ആൾക്കാർ എന്നെ വലിച്ചിക്കറി ഒട്ടിച്ചു. ഞാൻ മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞത്. അതാണ് ആദ്യം പോയ ഡയലോഗ്. ലൈക്ക് എന്താ ഇഷ്യൂ പറ്റിയതെന്ന് വെച്ചാൽ, ഒരു ബ്രൈഡിൻ്റെ വീട്ടിൽ ഇതുപോലെ ചെന്നു മേക്കപ്പ് ചെയ്യാൻ. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കറണ്ട് പോയി. ഇൻവെർട്ടർ ആക്ച്വലി ആ വീട്ടിലില്ല. ഇൻവെർട്ടർ ഉണ്ടെങ്കിലും നമ്മൾ ഈ യൂസ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ടല്ലോ, സ്ട്രെയിറ്റ്നർ, കേളർ, ഇതൊക്കെ വാട്ട്സ് കൂടിയതാണ്. ഇൻവെർട്ടറിൽ അത് ലോഡ് ഭയങ്കരമായിട്ട് കൂടിയിട്ട് അത് നമുക്ക് വർക്ക് ആവില്ല, ജനറേറ്റർ തന്നെ വേണം. പക്ഷെ ആ പെർട്ടിക്കുലർ ബ്രൈഡിൻ്റെ വീട്ടിൽ ഇൻവെർട്ടറും ഇല്ല, ജനറേറ്ററും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര സ്വെറ്റ് ചെയ്യുന്ന ബ്രൈഡാണ്, സ്വെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ ഇടുന്ന മേക്കപ്പ് ഒന്ന് സെറ്റായി ഇരിക്കാനുള്ള ഇതുപോലും ഇല്ല. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വലിച്ച് ബ്രൈഡ് കരയാൻ തുടങ്ങി. പാനിക്. ഒന്നാമത്തെ കാര്യം ലൈറ്റില്ല, സിറ്റ് ഔട്ടിൽ ഇറങ്ങിയിരുന്ന് ചെയ്യാൻ തുടങ്ങി. കറണ്ട് അപ്പോൾ വരുമെന്ന് KCB വിളിച്ച് ചോദിച്ചപ്പോൾ വൈകിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. കംപ്ലീറ്റ്ലി പാനിക്ഡായി. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്ന് അങ്ങനെ ഉള്ളതുപോലെ സെറ്റ് ചെയ്ത് പോയി. എൻഗേജ്മെൻറ്റും വെഡ്ഡിങ്ങും നമ്മൾ തന്നെയായിരുന്നു. കഴിഞ്ഞ ഉടനെ തന്നെ ബ്രൈഡ് ഹോട്ടൽ റൂം ബുക്ക് ചെയ്തു ഈ ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട്. സോ അന്ന് തുടങ്ങി ഞാൻ എല്ലാവരുടെ അടുത്തും, കാരണം ആ ബ്രൈഡ് സ്ട്രെസ്ഡ് ആവുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമുക്കും അതിലേറെ ടെൻഷനാണ്. സോ എല്ലാവരുടെ അടുത്തും ഹോട്ടൽ റൂം പ്രിഫർ ചെയ്ത് അങ്ങോട്ടത്തേക്ക് വരാൻ പറയാം. അവിടെ ആകുമ്പോൾ ലൈറ്റിംഗ് ഉണ്ടാവും, എക്സ്ട്രാ ലൈറ്റ് നമ്മൾ കൊണ്ടുപോകും, മിറർ ഉണ്ടാകും, AC ഉണ്ടാകും, വലിയ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ഒരു കല്യാണ വീടാകുമ്പോൾ അറിയാമല്ലോ, നിറയെ റിലേറ്റീവ്സ് ഉണ്ടാവും. പിന്നെ മേക്കപ്പ് ചെയ്യാനിരിക്കുന്ന റൂമിലായിരിക്കും പല ആൾക്കാരുടെയും പല പല സാധനങ്ങൾ, അപ്പം 100 വട്ടം കൊട്ടും. നേരത്തെ പറഞ്ഞ പോലെ പീസ്ഫുള്ളി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രൈഡ്സ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നല്ലൊരു ഹോട്ടൽ റൂമിൽ റൂം എടുക്കുക, നമുക്കവിടെ പീസ്ഫുള്ളി റെഡിയാകാം. അവിടെ റെഡിയായി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ
ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങോട്ട് വരും, Yeah. നല്ല നല്ല ഫോട്ടോസ് അവിടെ എടുക്കാം, ലോബിയിൽ എടുക്കാൻ പറ്റും. ഇപ്പം നിലവിൽ അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. ആക്ച്വലി ഈ ഫൗണ്ടേഷൻ, കൺസീലർ, ഇതിനൊക്കെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ടല്ലോ. യാ, ഇപ്പം നമുക്കൊക്കെ ഇപ്പം നമ്മൾ പോകുമ്പോൾ നമ്മൾ സ്കിന്നിൽ നോക്കി ഓക്കെ, ശരിക്കും ചില വീഡിയോസിൽ ഞാൻ കണ്ടു ഒരുപാട് നമ്പർ ഓഫ് ഷെയ്ഡ്സ്. ശരിക്കും നമുക്ക് അന്നേരം അതിശയം തോന്നി ഇത്രയും സ്കിൻ ടൈപ്പ് ഉണ്ടോ എന്നുള്ള കാര്യമാണ്. നിറയെ സ്കിൻ ടൈപ്പ് ഉണ്ട്, നിറയെ സ്കിൻ ടൈപ്പ്. പക്ഷേ നമ്മൾ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത്രയും മാർക്കറ്റിലുള്ള എല്ലാ ബ്രാൻഡിൻ്റെയും ഇത്രയും കാര്യങ്ങൾ വാങ്ങി വെക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ബ്രാൻഡ്സ് നോക്കി ഡാർക്ക്, മീഡിയം, ലൈറ്റ് മിക്സ്, എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് അത് ഏത് സ്കിൻ ടോണിന് സ്യൂട്ട് ആവുന്ന രീതിയിലും കുറച്ച് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നമുക്കിപ്പോൾ ഒരു സ്കിൻ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഓക്കെ ഇത് ഏത് ഷെയ്ഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം, ഏത് കൺസീലർ നമ്പർ വരെ നമുക്കപ്പം ഇത് വരും. കൺസീലേഴ്സിന് ഇത്രയധികം കൺസീലേഴ്സ് ഉണ്ട്, ഇത്രയധികം ഫൗണ്ടേഷൻസ് ഉണ്ട്, അതിന് ഇത്രയധികം സ്കിൻ ടൈപ്പ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അത്. അത്രയും ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. സ്കിൻ ടൈപ്പ് അല്ല, സ്കിൻ ടോൺ ഭയങ്കര നിറയെ ഉണ്ട്. അതൊരു ലിപ്സ്റ്റിക്കിൽ തന്നെ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് ഓഫ് ലിപ്സ്റ്റിക്ക് പല പല സ്കിന്നിൽ ഇടുമ്പോൾ പല ഷെയ്ഡായിരിക്കും അത്. അപ്പം അത്രയും സ്കിൻ ടോൺസ് ഉണ്ടെന്നുള്ളതാണ്. ദ ബെസ്റ്റ് ഒരു ഡസ്കി സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു ബെസ്റ്റ് ഒരു ഫൗണ്ടേഷനൊക്കെ ഒരു സജസ്റ്റ് ചെയ്യാനൊക്കെ ഷെയ്ഡാണോ? ഷെയ്ഡൊക്കെ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് ഇപ്പം പറഞ്ഞതുപോലെ പറയാൻ സാധിക്കില്ല. ഡസ്കി കാറ്റഗറിയിൽ തന്നെ പല പല ഇതിൽ വരും. നല്ല ഡസ്കി ഉള്ളവരുണ്ടാകും, നല്ല ഡീപ്പർ സ്കിൻ ടോണിലുള്ളവരുണ്ടാകും, ഒരു മീഡിയം ഡസ്കി കാറ്റഗറിയിലുള്ളവരുണ്ടാകും. അപ്പോൾ അവർക്ക് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഓരോരുത്തരുടെയും സ്കിൻ ടോണും സ്കിൻ ടൈപ്പും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഞാൻ എപ്പോഴും പേഴ്സണൽ യൂസിനാണെങ്കിൽ അതിൻ്റേതായ കിയോസ്കിൽ അല്ലെങ്കിൽ സ്റ്റോറിൽ ചെന്നിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും അവരവരുടെ സ്കിൻ ടൈപ്പിനുള്ളത്, സ്കിൻ ടോണിലുള്ളതും സെലക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വൺസ് അത് ഏതാണ് ഷെയ്ഡ് നമ്പറും ഷെയ്ഡും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഓൺലൈൻ പർച്ചേസ് ചെയ്യാമല്ലോ. ടാലൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യത്തിൽ. അങ്ങനെ ടാലൻറ്റ് പറഞ്ഞ പോലെ നല്ലൊരു ക്യാൻവാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആർട്ട് വരുന്ന പോലെ തന്നെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, ഈ പ്രൊഡക്ട്സ് ചിലർ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നല്ല ബെറ്റർ ഔട്ട്പുട്ട് കിട്ടുമെന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയും അതിൻ്റെ ആവശ്യമില്ല, നല്ല സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഭയങ്കര എക്സ്പെൻസീവ് പ്രൊഡക്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല സ്കിന്നാണെന്നുണ്ടെങ്കിൽ അത് വലിയ മാറ്റർ ചെയ്യുന്ന കാര്യമില്ല എന്നൊരു. ശരിക്കും അങ്ങനെയുണ്ടോ? എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഔട്ടിലേക്ക് വരാൻ പറ്റൂ? ആക്ച്വലി അങ്ങനെയില്ല. ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളതും ഡ്രഗ് സ്റ്റോർ കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സും ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതൊരു ബൂസ്റ്റർ പോലെയാണ്, ലാസ്റ്റിങ്ങിൻ്റെ കുറച്ചുകൂടെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് അത് വെച്ച് യൂസ് ചെയ്ത് അതിൻ്റെ ഫിനിഷ് കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിരിക്കും. ലാസ്റ്റ് ചെയ്യുന്ന സമയം കുറേ സമയം നമുക്ക് ലാസ്റ്റ് ചെയ്യും. പിന്നെ വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ കുറച്ചുകൂടെ നല്ലതായിട്ടിരിക്കും. പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ ഇപ്പം സ്കിൽഡ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നല്ലൊരു ലുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും, ടെക്നിക്സ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ കളർ കറക്റ്റേഴ്സ്, യെല്ലോ, ഗ്രീൻ, ഓറഞ്ച്, ശരിക്കും ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ ഡിഫറൻസ് എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഇത് ചെയ്യുന്ന കളർ വീലിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം ഗ്രീൻ കറക്റ്റർ അത് യൂസ് ചെയ്യുന്നത് പിമ്പിൾസ് ഒന്ന് ഹൈഡ് ആവാൻ വേണ്ടിയിട്ടാണ്. സോ പിമ്പിൾസിൻ്റെ കളറ് എപ്പോഴും റെഡ് ഒരു കാറ്റഗറി ആണല്ലോ. അപ്പോൾ റെഡ് കളർ വീൽ എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ റെഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ളതാണ് കളർ വീലിൽ ഗ്രീൻ. സോ റെഡിനെ ക്യാൻസൽ ചെയ്യുന്ന ഷെയ്ഡാണ് ഗ്രീൻ. അപ്പോൾ ഗ്രീൻ അതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് ഹൈഡ് ആകും എന്നുള്ളതാണ് പറയുന്നത് മെയിൻ. അത് കളർ വീലുമായിട്ട് റിലേറ്റഡ് അതാണ് ഭയങ്കര, അത് തിയററ്റിക്കലി അങ്ങോട്ട് പറയുകയാണ്. അതിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വരുന്ന ബ്രൈഡ്സ്, അതിനി എനിക്ക് വരുന്ന മാത്രം ബ്രൈഡ്സ് ആണോ എന്ന് അറിയത്തില്ല, ഒരു 95% ബ്രൈഡ്സ് വളരെ മിനിമലായിട്ടുള്ളത് മതി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പം ഗ്രീൻ കറക്റ്റർ യൂസ് ചെയ്തു, പിന്നെ പിഗ്മെൻറ്റേഷൻ ഉള്ളിടത്തെല്ലാം ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്തു, പിന്നെ ഈ കളേഴ്സിനെ എല്ലാം ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമ്മളുടെ സ്കിൻ ടോണിന് ഒരു പോയിന്റ് ഡാർക്കർ ആയിട്ടുള്ളതോ അല്ല സെയിം ആയിട്ടുള്ള കൺസീലർ ഇട്ടു, അതിൻ്റെ മുകളിൽ പിന്നെ ഫൗണ്ടേഷൻ ഇട്ടു, പിന്നെ അതിൻ്റെ മുകളിൽ ഹൈലൈറ്റിംഗ് കൺസീലർ. അപ്പോൾ ലെയറിങ് അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ കഴിവതും ഇപ്പോൾ ഉള്ളവർക്കൊക്കെ റിക്വയർമെൻ്റ്
റിക്വയർമെൻറ്റ് അനുസരിച്ചാണെങ്കിൽ ലെയറിങ് കുറയ്ക്കുക, സ്കിൻ ഫിനിഷിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് തോന്നില്ല ആരും ഈ ഓറഞ്ച്, ഗ്രീൻ അങ്ങനെയുള്ളതൊക്കെ ഇടുമെന്ന്. പിന്നെ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കറിയാം അതൊക്കെ മാറ്റിയിട്ട് ഒരു സിംഗിൾ സ്റ്റെപ്പിൽ ഇതൊക്കെ എങ്ങനെ കൺസീൽ ചെയ്ത് വിടണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് മാക്സിമം ഒരു 2 ലെയറിൽ പരിപാടി തീരും. ഇതെല്ലാം ആളുകൾ അതാണ് പ്രിഫർ ചെയ്യുന്നത് അല്ലേ? ബ്രൈഡ്സിന് അതാണ് വേണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇപ്പം നമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ ബിഗിനർ എന്നല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മേക്കപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളൊരു ട്യൂട്ടോറിയലൊക്കെ നോക്കുന്നത് ഒരുപാട് സ്റ്റെപ്സ് കാണാൻ പറ്റും. ഇതിനിങ്ങനെ അത് കഴിഞ്ഞിട്ട് ദെൻ കൺസീലർ, ഫൗണ്ടേഷൻ, ഇത് ശരിക്കും ഇതൊന്നും ഇല്ലാതെ ഒരു 2 സ്റ്റെപ്പിൽ ഫുള്ള് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതായത് കൺസീൽ ചെയ്ത് ഏത് ഷെയ്ഡ് യൂസ് ചെയ്യണം എന്നുള്ള ഒരു ഡാർക്കറും, നമ്മുടെ സ്കിൻ ടോണിൽ ഒരു ഡാർക്കറും, അതേപോലെ നമ്മുടെ സ്കിൻ ടോണിനോട് ചേർന്നിരിക്കുന്ന ഒരു കളറ് അല്ലെങ്കിൽ ഓറഞ്ചോ ഡാർക്കറും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺസീലിംഗ് പരിപാടി നമുക്ക് അത്യാവശ്യം നീറ്റായിട്ട് ചെയ്യും. പിന്നെ സ്കിൻ ടോണിനോട് മാച്ചായിട്ടുള്ള ഫൗണ്ടേഷൻ ഇട്ടാൽ മതി, അത്യാവശ്യം കവറായി കിട്ടും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പറയാനുള്ളത് ഫുൾ കവറേജ് പ്രൊഡക്ട്സ് തന്നെ ഇതിന് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ല കുറച്ച് കഴിയുമ്പോൾ ആഷി ആവാനുള്ള സാധ്യതയുണ്ട്. ഈ ഫുൾ കവറേജ് പ്രൊഡക്ട്സ് ശരിക്കും ബ്രൈഡ്സിന് വേണ്ടി നമുക്ക് നോർമലി ഒരാൾക്ക് അപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ അറിയാത്തവരാണെങ്കിൽ ഒരു ഫുൾ കവറേജ് കൺസീലർ വാങ്ങുവാണെങ്കിൽ അത് കൺസീലർ കൊണ്ട് മാത്രം നമുക്കതൊന്ന് നീറ്റാക്കി എടുക്കാൻ പറ്റും. നമ്മളുടെ സ്കിൻ ടോണിന് സെയിം ഷെയ്ഡ് വാങ്ങിച്ചിട്ട് ഈ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള ഏരിയ മാത്രം ഒന്ന് കവർ ചെയ്ത് കൊടുത്ത് ഒരു പൗഡർ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നീറ്റായിട്ട് നമ്മളുടെ സ്കിൻ കിട്ടും. ബ്ലഷ് ഇപ്പം എല്ലാവരും പറയും ഞാനൊരു ലിപ്സ്റ്റിക്കും ഒരു ഇച്ചിരി ബ്ലഷും ഇട്ടിട്ട് മാത്രമാണ് പുറത്തിറങ്ങുന്നത്. ഇഷ്ടമാണ് എല്ലാവർക്കും. ഇച്ചിരി ലിപ്സ്റ്റിക്കും ഇച്ചിരി ബ്ലഷ് മറന്നുപോയി. But you look so beautiful. Okay. Without blush. ഇതൊന്നും ഇതിൽ വരില്ലല്ലോ. വരും പക്ഷേ. ഓക്കെ. അതായത് ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റുന്ന ഒരു ടോപ്പ് ബ്ലഷ് ഒരു 5 ഒക്കെ സജസ്റ്റ് ചെയ്യാൻ എങ്ങനെയാണ് കാറ്റഗറി നോക്ക്. ക്രീം ബ്ലഷ് ഉണ്ട്, ലിക്വിഡ് ബ്ലഷ് ഉണ്ട്, പൗഡർ ബ്ലഷ് ഉണ്ട്. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ലിക്വിഡ് ബ്ലഷ് കുറച്ചുകൂടെ നാച്ചുറൽ ആൻഡ് റേഡിയന്റ് ലുക്ക്. അതെനിക്ക് സ്കിന്നിലേക്ക് കുറച്ചുകൂടെ ബ്ലെൻഡ് ആവാൻ ഈസിയാണ് തോന്നുന്നല്ലേ? ഓക്കെ, അങ്ങനെയാണ് ലിക്വിഡ് ബ്ലഷ്. ഓയിലി സ്കിൻ ഉള്ളവർ എപ്പോഴും പൗഡർ ബ്ലഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓയിലി സ്കിൻ കാരണം അത് ഇട്ട് ഇവിടെ കുറച്ചൊരു നാച്ചുറൽ ഒരു റേഡിയൻസ് നമുക്കിവിടെ തരും. പക്ഷേ ഓയിലി സ്കിന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ കുറച്ച് ഓയിലി കുറേ നേരം കഴിയുമ്പോൾ ആകും. അങ്ങനെയുള്ള ഒരു പൗഡർ തന്നെ യൂസ് ചെയ്യുന്നത് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് 2 ബ്രാൻഡാണ്. ഡ്രഗ് സ്റ്റോർ യൂസ് ചെയ്യുന്നുണ്ട്, ഹൈ എൻഡും യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രഗ് സ്റ്റോർ ആണെങ്കിൽ എനിക്ക് പേഴ്സണൽ യൂസിനും ബ്രൈഡ്സിനും ഒക്കെ ഞാനൊരു ബ്രാൻഡാണ്, റെയർ ബ്യൂട്ടിയുടെ. അത് നല്ല ഫിനിഷാണ്, നല്ലൊരു ഡ്യൂയി ഫിനിഷ് തരും. നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ നിറയെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഡ്രഗ് സ്റ്റോർ കാറ്റഗറിയിലേക്ക് വരുവാണെങ്കിൽ എർത്ത് റിതം എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഉണ്ട്. അതിൻ്റെ മെർമെയ്ഡ് എന്ന് പറയുന്ന ഷെയ്ഡ് നല്ലതാണ്. പല ഷെയ്ഡ്സ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് അത് രണ്ടും നല്ല ബ്ലഷസ് ആണ്. ഇത് രണ്ടും ഡ്രഗ് സ്റ്റോറും ഹൈ എൻഡും. ഓക്കെ, താങ്ക് യു. അല്ല ഇതിൽ പറയുന്നതല്ല, മോസ്റ്റ്ലി എല്ലാവരും ബ്ലഷിന്റെ കാര്യത്തിൽ ഭയങ്കര വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് രണ്ടും. കൂടുതലും ഞാൻ ഭയങ്കര നേരം നിൽക്കണമെന്നുണ്ടെങ്കിലൊക്കെയാണ് ഈ റെയർ ബ്യൂട്ടി, അല്ലെങ്കിൽ ഞാൻ എർത്ത് റിതമിൻ്റെ ആണ് എളുപ്പെടുത്തുന്നത് ഇട്ടിട്ട് പോകും. അപ്പം ഈ പൗഡർ ബ്ലഷ് എനിക്ക് തോന്നുന്നു ഈ ബ്രൈഡ്സിനാണോ കൂടുതലും യൂസ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെയല്ല. നമ്മളെപ്പോഴും ചെയ്യുന്ന പ്രൊഡക്റ്റ് എപ്പോഴും എടുക്കുന്ന സ്കിൻ ടൈപ്പിനനുസരിച്ചാണ്. ഇപ്പോൾ എനിക്ക് വരുന്ന ഒരു ബ്രൈഡിൻ്റെ എക്സ്ട്രീം ഓയിലി സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് പൗഡർ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഡ്രൈ സ്കിന്നുള്ളൊരു ബ്രൈഡിൻ്റെ ഫേസിലേക്ക് എഗെയിൻ ഈ ഒരു പൗഡർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി ഒരു ഡ്രൈനെസ് പോലെ വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ക്രീമോ അല്ലെങ്കിൽ ലിക്വിഡ് ബ്ലഷസോ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ടിൻറ്റ് അതുപോലെ തന്നെ ലിപ് ടിൻറ്റ്, ചീക്ക് ടിൻസും അതുപോലെ തന്നെ ഇപ്പൊ കുറച്ചും കൂടെ ആൾക്കാർ കൊറിയൻ എസ്തെറ്റിക്സ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ ടിൻസ് ഒക്കെ കുറച്ചും കൂടെ ആൾക്കാർ ഭയങ്കരമായിട്ട് നോക്കാൻ തുടങ്ങിയത്. നമ്മളിവിടെ എന്ത് ചെയ്തിട്ടും അവരുടെ സ്കിൻ പോലെ ആവില്ല. അത് പല ആൾക്കാരും മനസ്സിലാവും. അത് അവരുടെ ജെനറ്റിക്സ് അങ്ങനെയാണ്, അവരുടെ ഫുഡ് ഹാബിറ്റ്സ് അങ്ങനെയാണ്, അവരുടെ ക്ലൈമറ്റ് അങ്ങനെയാണ്. അപ്പോൾ അവരുടെ ഒരു 10 സ്റ്റെപ്സൊക്കെ നമ്മൾ എത്ര കാലം ഫോളോ ചെയ്താലും ഒരു പരിധിവരെ നമ്മുടെ സ്കിൻ ബെറ്ററാക്കി വെക്കാൻ പറ്റും. പക്ഷെ അവരുടെ ആ സ്കിന്നിൽ വരുന്ന നാച്ചുറലി വരുന്ന ആ ഒരു ഗ്ലോ നമുക്ക്
എല്ലാവർക്കും കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് ജനറ്റിക്സ് ഒക്കെ അങ്ങനെ ആയതുകൊണ്ടാണ്. ഈ ടിൻസിലേക്ക് വരാൻ നേരത്ത് ഏറ്റവും നല്ലൊരു ടിൻറ്റ് ബെനിഫിറ്റിൻ്റെ ടിൻറ്റ് നല്ലതാണ്, നല്ല ടിൻറ്റാണ്. ഇപ്പം ചില ബ്രൈഡ്സ് ഇങ്ങനെ ഇപ്പം ഞാനൊരു അപ്രോക്സിമേറ്റ് റേറ്റ് പറയുകയാണ്, ഒരു 50K ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് കൊടുക്കണം. ചിലരിങ്ങനെ പറയും നമുക്ക് മേടിച്ചാൽ പോരെ 50,000 രൂപേൻ്റെ പ്രൊഡക്റ്റ് വാങ്ങി വെച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. അതെങ്ങനെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. നമ്മൾ ഇപ്പോൾ ഈ 50K ചാർജ് ചെയ്യുന്നത് ആ സർവീസിന് മാത്രമല്ല, നമ്മളുടെ എക്സ്പീരിയൻസ്, നമ്മളുടെ ടൈം, ഈ പ്രൊഡക്റ്റിൻ്റെ പൈസ, ഇതിനൊക്കെ എല്ലാം കൂടെ കൂട്ടിയിട്ടല്ലേ. മെയിനായിട്ട് ഇപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരുമ്പോൾ റേറ്റ്സ് ഇങ്ങനെ കൂടി വരും. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം 50K കൊടുക്കുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് നമുക്കൊരു 50K നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ്, നമ്മളൊരു 10Kയുടെ പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിൽ വാങ്ങി വെച്ചിട്ട് നമുക്ക് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ലെയറിങ് പ്രോപ്പറായിട്ട് അറിയണം, അവരുടെ സ്കിൻ ടൈപ്പിന് അത് സ്യൂട്ട് ആകുമോ എന്ന് അറിയണം, എത്ര നേരം നിൽക്കുമെന്ന് അറിയണം. ഇതൊക്കെ അറിയുന്ന ആൾക്കാർ, സെൽഫ് മേക്കപ്പ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ഒത്തിരി പേര് സ്വന്തമായി ചെയ്യുന്നവരുണ്ട്. വൺസ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അവർക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇതറിയാത്ത ആൾക്കാർ, ലെയറിങ്ങിനെ പറ്റിയും ഇതൊന്നും അറിയാത്തവർ ആ ഒരു ഇതിന് പോകാത്തതായിരിക്കും നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 10K റുപ്പീസ് ഉണ്ടെന്ന് വിചാരിക്കാം. എനിക്കൊരു ഡെയിലി മേക്കപ്പ് ചെയ്യാനുള്ള കുറച്ച് ധാരാളമായിട്ട് കിട്ടും. നല്ല അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള പേഴ്സണൽ യൂസിന് 10K ഈസ് വെരി ഹൈ. ഓക്കെ. എന്നാൽ പിന്നെ ഒരു 5K ഞാൻ പറയാം. ഒരു 5K റുപ്പീസിലൊരു ബെസ്റ്റ് ഒരു കുറച്ച് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്ന് വെച്ചു. എന്തൊക്കെ സാധനങ്ങൾ, എന്തൊക്കെ ഒരു ബ്രാൻഡ് ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറയും? ഇപ്പം 5,000 ബഡ്ജറ്റിലാണെങ്കിൽ ഫൗണ്ടേഷൻ, അതായത് ബേസ് പ്രൊഡക്റ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് മെബലൈൻ്റെ പ്രൊഡക്റ്റ് നല്ലതാണ്. PAC എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷൻ നല്ലതാണ്. ഇത് പോകാം. പിന്നെ ഐബ്രോ ഫില്ലിങ്ങിലേക്ക് വരുമ്പോൾ വെറ്റ് ആൻഡ് വൈൽഡ് ഒരു 500 റേഞ്ചിലേക്ക് വരുന്നതാണ്. പിന്നെ ബ്ലഷ് വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ PAC, ഷുഗറിൻ്റെ ബ്ലഷസ് നല്ലതാണ്. പിന്നെ ലിപ്സ്റ്റിക്കിലേക്ക് വരുമ്പം നിറയെ ഓപ്ഷൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ PAC 100,000 വരുന്നതാണ്. ഏറ്റവും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്, ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യുന്നത് മെബലൈൻ്റെ സൂപ്പർ സ്റ്റേ 600-700. രാവിലെ ഇട്ടാൽ പിറ്റേ ദിവസം രാവിലെ ആയാലും പോകൂലത്. അത് നമ്മൾക്ക് യൂസ് ചെയ്യാം. ഐഷാഡോ, മേക്കപ്പ് റെവല്യൂഷൻ്റെ ഐഷാഡോ പാലറ്റ്സ് ഉണ്ട്, അത് അത്യാവശ്യം അഫോർഡബിൾ ആണ്. പിന്നെന്താ, കോമ്പാക്റ്റ്, നേരത്തെ പറഞ്ഞ മെബലൈൻ്റെതോ അല്ലെങ്കിൽ ലോറിയലിൻ്റെ കോമ്പാക്റ്റ് ഒക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്നതാണ്. ഇതെല്ലാം നമുക്കൊരു 5Kയുടെ ഒരു ആ ബഡ്ജറ്റിൽ നിൽക്കും. മസ്കാര, മറ്റേ നമ്മുടെ കൊളോസലിൻ്റെ മസ്കാര നല്ലതാണ്. മെബലൈൻ്റെ സ്കൈ ഹൈ മസ്കാര നല്ല 600-700 റേഞ്ചിൽ വരുന്നതാണ്. വൺ മേക്കപ്പ് ട്രെൻഡ് ദാറ്റ് ജെൻസി ഷുഡ് അവോയ്ഡ് എന്ന് പറഞ്ഞാൽ, ഒരു എപ്പോഴും ജെൻസീസ് ഫോളോ ചെയ്യുന്ന ഒരു മേക്കപ്പ് ട്രെൻഡ്, അത് ഇപ്പോൾ പാർവതി ഇത് അവോയ്ഡ് ചെയ്താൽ നന്നായിരിക്കും, ഇവർ ഈ ഒരു ഫോളോ അപ്പ് ചെയ്യുന്നത്, അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ എന്തായിരിക്കും മൈൻഡിൽ? ശരിക്കും ഉണ്ടല്ലോ, ഞാൻ കണ്ടിരിക്കുന്ന ജെൻസീസിൽ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള പിള്ളേരാണ്. അവർ പരീക്ഷിക്കുന്ന പോലെ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ടോ? എന്തെല്ലാം കാര്യങ്ങളാണ് അവരിപ്പോൾ ഡ്രസ്സിങ്ങിലാണെങ്കിലും മേക്കപ്പിലാണെങ്കിലും ഹെയറിലാണെങ്കിലും ഇങ്ങനെ കണ്ണൊക്കെ എഴുതുന്ന വേറെ വേറെ രീതിയിലൊക്കെയാണ്. അവർ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള പിള്ളേരാണ് ഇപ്പോഴത്തേത്. പക്ഷെ എനിക്ക് അങ്ങനെ ഇവരിത് ഒഴിവാക്കിയാൽ കൊള്ളാമെന്ന് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എല്ലാവരും പരീക്ഷിക്കട്ടെ. പിന്നെ ഹെവി ആയിട്ടുള്ള ഫിൽറ്റേഴ്സൊക്കെ കണ്ടിട്ട് അങ്ങനെ ആ ഒരു ലുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഈ ജെൻസീസ് ട്രൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് കേട്ടോ. ചിലർ പറയും മേക്കപ്പ് ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിൻ ഡാമേജ് ആവുമെന്ന് പറയും. ചില ഒരു ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മുടെ കേരളത്തിലുള്ള ആൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിൻ ഇമ്പ്രൂവ് ആവുകയുള്ളൂ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും ഇതിലെന്താണ് ഒരു ഡിഫറൻസ്? എന്ത് പലരും പല രീതിയിലാണ് പറയുന്നത്. പാർവതിക്ക് പറയില്ല. ഓക്കെ ശരി, അതില്ലേ മേക്കപ്പ് ഡെയിലി ഇടുന്ന നിറയെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരതിനനുസരിച്ചുള്ള സ്കിൻ പ്രെപ്പിങ് ചെയ്യണം. പിന്നെ മസ്റ്റായിട്ട് കിടക്കുന്നതിന് മുന്നേ ഇത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടേ കിടക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അതിൻ്റേതായ ഡാമേജസ് വരും. പക്ഷേ ഡെയിലി മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് സ്കിൻ ഇമ്പ്രൂവ് ആവില്ല. നല്ല സ്കിൻ കെയർ ചെയ്താൽ സ്കിൻ ഇമ്പ്രൂവ് ആകും. ബോളിവുഡിലുള്ള ഇപ്പോൾ മോസ്റ്റ് സെലിബ്രിറ്റീസ് എല്ലാവരും പറയുന്നത് സ്കിൻ ഫസ്റ്റ് മേക്കപ്പ് സെക്കൻഡ് എന്ന് പറഞ്ഞത്. ഒബ്വിയസ്ലി യാ. പിന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ക്യാൻവാസ് ഉണ്ടെങ്കിൽ നല്ലൊരു ചിത്രം വരയ്ക്കാൻ സാധിക്കും. സോ നമ്മളുടെ സ്കിൻ
എത്രത്തോളം പ്രെപ്പ് ചെയ്ത്, അത് ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും മേക്കപ്പിന് മുന്നേ സ്കിൻ എത്രത്തോളം പ്രെപ്പ് ചെയ്ത് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ പറ്റുന്നോ നമ്മളുടെ മേക്കപ്പിൻ്റെ ഫിനിഷ് അത്രയും ബെറ്റർ ആയിരിക്കും. സോ അവർ പറയുന്നത് പോലെ സ്കിൻ ഫസ്റ്റ്, അതിനുശേഷം മേക്കപ്പ് ചെയ്യാത്തവരാണെങ്കിലും ഒരു 25 വയസ്സൊക്കെ കഴിഞ്ഞാൽ പതിയെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് 30കളിലേക്ക് കടക്കുന്നവരാണെങ്കിൽ സ്കിൻ കെയർ നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ ഈ ചുളിവുകളൊക്കെ ഒഴിവായി കിട്ടും. പെട്ടെന്ന് ഈ പ്രായമാകുന്നതുപോലെ തോന്നിക്കുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. ആരെങ്കിലും സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ, ഞാൻ ബ്ലഷായിട്ടും ലിപ്സ്റ്റിക്ക്, നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് ബ്ലഷായിട്ടും യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് ചില മേക്കപ്പ് ഹാക്സിലൊക്കെ മേക്കപ്പ് ട്യൂട്ടോറിയൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഈ ലിപ്സ്റ്റിക്ക് ശരിക്കും ബ്ലഷായിട്ട് യൂസ് ചെയ്യാൻ ശരിക്കും പാടുണ്ടോ? ശരിക്കും പേഴ്സണൽ യൂസിന് ചെയ്യാം. ബ്രൈഡ്സിൻ്റെ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഞാൻ പോയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാം എന്നെ നമ്മളോട് ആദ്യം പഠിപ്പിച്ചു തരുന്ന മെയിൻ കാര്യങ്ങളിൽ ഒരെണ്ണമാണ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ അത് ലിപ്സ്റ്റിക്കിൻ്റെ ജോലിയാണ് ചെയ്യുന്നത്, ബ്ലഷ് എന്ന് പറഞ്ഞാൽ അത് ബ്ലഷിൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അത് ബ്രൈഡ്സിന് പരീക്ഷിക്കാൻ നിൽക്കേണ്ട, അതിൻ്റേതായ രീതിയിൽ അത് ഫോർമുലേറ്റ് ചെയ്ത് എടുത്തേക്കുന്നതായിരിക്കും. അപ്പോൾ ബ്ലഷിന് ഒരു ബ്ലഷ് തന്നെ ഉപയോഗിക്കുക, ലിപ്സ്റ്റിക്കിന് ഒരു ലിപ്സ്റ്റിക്ക് തന്നെ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ പേഴ്സണൽ യൂസിനാണെങ്കിൽ പുറത്തോട്ടൊക്കെ ഇറങ്ങി പോകുമ്പോൾ വേഗത്തിൽ ലിപ്സ്റ്റിക് ഇട്ട് അത് വെച്ചിട്ട് കഴിവതും മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ ബ്രൈഡ്സിന് ഈ വക പരീക്ഷണങ്ങൾ നടത്താതിരിക്കുക. ഇപ്പം നോർമലി നമുക്ക് വെറുതെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണോ പറയുന്നത്? കുഴപ്പമില്ല, പക്ഷേ അതിൻ്റേതായ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പൊ ലിപ് ടിന്റ്, ചീക്ക് ടിന്റ്, ഇതൊക്കെ ഒരേ. അപ്പോൾ അതുകൊണ്ടാണ് അവർ അതിൽ സ്പെസിഫൈ ചെയ്യുന്നത് ലിപ്പ് ആൻഡ് ചീക്ക് ടിന്റ് എന്നുള്ളത്, രണ്ടിനും യൂസ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയുള്ള പ്രൊഡക്ട്സ് അതിൻ്റെതായ രീതിയിലായിരിക്കും അവരത് ഫോർമുലേറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ഷേ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ അത് ലിപ്സ്റ്റിക്കിന്റെ ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ല, മോസ്റ്റ്ലി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് വെച്ച് നമ്മൾ ഐ ഷാഡോ ചിലപ്പോൾ ചെയ്യും, കണ്ടിട്ടുണ്ട്. കുറേ യൂട്യൂബേഴ്സ് ഒക്കെ ലിപ്സ്റ്റിക് വെച്ചിട്ട് ഒരുപാട് ഇപ്പൊ ബ്രൗൺ ഷെയ്ഡ്സ്, കുറച്ചൊക്കെ ബ്രൗൺ ഷെയ്ഡ്സിലേക്ക് വരും, കോണ്ടോർ, എല്ലാം ഒരു ലിപ്സ്റ്റിക് വെച്ചിട്ടുള്ള എല്ലാ പരിപാടിയും. ശരിക്കും സ്കിൻ ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ബ്രൈഡ്സിന്, ഒരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ബ്രൈഡ്സിന് ഞാൻ ഒട്ടും അത് പ്രിഫർ ചെയ്യുന്നില്ല. വൺ പ്രോഡക്റ്റ് യു ക്യാൻ ലീവ് വിത്തൗട്ട്? കൺസീലർ ആയിരിക്കും. ഇപ്പൊ ഡെയിലി യൂസ് ചെയ്യാനാണെങ്കിൽ ലിപ്സ്റ്റിക് ഓഫ് കോഴ്സ് ഞാനത് മാത്രമാണ് മെയിനായിട്ട് ചെയ്യുന്നത്, ഇടുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്നവരുടെ അറിയായിരിക്കും, ചില വീഡിയോസിലൊക്കെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു കണ്ണൊന്നും എഴുതാതെ. പക്ഷേ എല്ലാ വീഡിയോസിലും ശ്രദ്ധിച്ചാൽ അറിയാൻ ഞാൻ ലിപ്സ്റ്റിക് ഇടാറുണ്ട്. അത് ഇടുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ്, അതെ ഒരു ഫീലിംഗ് കിട്ടും. ഓക്കെ, തന്നെ സെക്കൻഡ്, വൺ ട്രെൻഡ് യു സീക്രറ്റ്ലി ഹേറ്റ്, ദാറ്റ് ഒരു വൈറൽ ട്രെൻഡ് എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ഇഷ്ടമല്ല ഇത്, അല്ലെങ്കിൽ ഓക്കെ ഈ ഒരു സ്റ്റെപ്പ് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. പ്രൈമർ യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ചിലൊരു പ്രൈമർ എന്ന് പറയുന്നത്, ഞാൻ പ്രൈമർ യൂസ് ചെയ്യാത്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ആക്ച്വലി. ഓക്കെ, ഞാൻ ബ്രൈഡ്സിന് പ്രൈമർ യൂസ് ചെയ്യാറില്ല. ശരിക്കും ആക്ച്വലി പ്രൈമർ എന്താ? പ്രൈമർ ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മളുടെ സ്കിന്നിൻ്റെയും നമ്മളുടെ മേക്കപ്പിൻ്റെയും ഇടയിലൊരു ബാരിയറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. അത് പ്രൈമറിൻ്റെ, നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറിൻ്റെ പെർഫോമൻസും കൂടെ അത് തരും നമുക്ക്. മോയ്സ്ചറൈസർ വിത്ത് പ്രൈമർ, അങ്ങനെയുള്ള പ്രൊഡക്ട്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഗുണം ഒന്ന് ലെയറിങ് ഒഴിവാക്കാം, രണ്ട് ഇത് രണ്ടിൻ്റെയും പെർഫോമൻസ് തരും, മാറ്റിഫൈ ചെയ്യില്ല. ഇപ്പം ഗ്ലാസ് ഫിനിഷ് മേക്കപ്പ് ഒക്കെ ആണെങ്കിൽ ചില പ്രൈമേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ മാറ്റിഫൈ ചെയ്ത് പോകും. അപ്പം ഈ വക പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി വെച്ചാൽ മോയ്സ്ചറൈസറായിട്ടും യൂസ് ചെയ്യാം, പ്രൈമറായിട്ടും യൂസ് ചെയ്യാം. പ്രൈമർ ഇട്ടാൽ മാത്രമേ മേക്കപ്പ് 8 to 9 hours സ്റ്റേ ചെയ്യൂ എന്നുള്ളതിനോട് എനിക്ക് എൻ്റെ ബ്രൈഡ്സ് ഫീഡ്ബാക്ക് തരുന്ന 8 to 9 hours ഒക്കെ സ്റ്റേ ചെയ്യും എന്നാണ് കേട്ടോ. പിന്നെ ഓരോ ആൾക്കാരുടെ സ്കിന്നിനെയും പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് ദെൻ ബ്രഷസ് ഓർ ഫിംഗേഴ്സ് എന്തായിരിക്കും യൂസ് ചെയ്യാം മോസ്റ്റ്ലി? എനിക്ക് ഫോർ ബ്ലെൻഡിങ് ക്ലയൻറ്റിന് യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ബ്രഷസ് അല്ല, ഞാൻ എപ്പോഴും ബ്ലെൻഡേഴ്സാണ് പ്രിഫർ ചെയ്യുന്നത്, മേക്കപ്പ് ബ്ലെൻഡേഴ്സ്. അതായത് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ബ്രഷും അത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഞാൻ ബ്ലെൻഡർ. എനിക്ക് നല്ലൊരു ഫിനിഷ് അത് തരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ബ്ലെൻഡറിൻ്റെ കാര്യം, ചില ബ്ലെൻഡർ നമുക്ക് വൺ ടൈം യൂസ്, ചില സമയങ്ങളിൽ പേഴ്സണലി ഇപ്പം ഞാൻ നോർമലി മേക്കപ്പ് ചെയ്യാൻ നേരത്തെ ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ മേടിച്ചു. ഒരു തവണ യൂസ് ചെയ്തു, സെക്കൻഡ് ടൈം ഇതിൽ നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് കയറാൻ നേരത്തെ ഇത് പെട്ടെന്ന് ഡാമേജ് ആയി പോകും. ശരിക്കും ഒരു ബ്ലെൻഡർ എത്ര നാൾ വരെ നമുക്ക് ഉപയോഗിക്കാം? മാക്സിമം 3 months മാക്സിമം. പേഴ്സണൽ യൂസ് ഒക്കെ ആണെങ്കിൽ ഒരു 4 മാസം പോകാം. ബ്ലെൻഡർ യൂസ് മാറ്റിക്കൊണ്ടേയിരിക്കണം.
എങ്ങനെയായിരിക്കും ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടെ ഉണ്ടല്ലോ. മേക്കപ്പ് കഴിയുമ്പോൾ തന്നെ ബ്ലെൻഡർ വാഷ് ചെയ്ത് ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കുക. അപ്പം തന്നെ അത് ക്ലീൻ ചെയ്യണം. കുറച്ച് ഡേഞ്ചറസ് ആണ്, പക്ഷെ അതിൻ്റെ പെർഫോമൻസ് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പം പക്ഷെ നമ്മൾ ചെയ്യാൻ നേരത്തെ ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് എടുത്ത് കയറും, പിന്നെ നമുക്കത് കാണുമ്പോൾ നെക്സ്റ്റ് ടൈം അതാണ് ഒരുപാട് പ്രൊഡക്റ്റ് അതിൽ ഡയറക്റ്റ് ആയിട്ടല്ല ഞാനത് ബ്ലെൻഡ് ചെയ്യുന്ന ഫേസിൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രഷസ് കൊണ്ട് പ്രൊഡക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യും, എന്നിട്ടത് ബ്ലെൻഡ് ചെയ്യാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇൻ കേസ് എന്തെങ്കിലും എക്സസ് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ബ്ലെൻഡർ അത് അബ്സോർബ് ചെയ്ത് എടുത്തോളും. ബ്ലെൻഡർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്? എങ്ങനെയാണ് ശരിക്കും ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ക്ലീൻ ചെയ്യുന്നത്? നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടാനായിട്ട് ഇതിൻ്റെതായ ക്ലെൻസേഴ്സ് ഉണ്ട്. ഷാംപൂ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് പെട്ടെന്നത് ക്ലീനായി കിട്ടുന്നത്, ഇതിൻ്റെ അടിയിൽ ആൾക്കാർ പൊങ്കാല ഇടുമായിരിക്കും, എന്നാലും എനിക്ക് വർക്ക് ആയേക്കുന്നതാണ് ഹാൻഡ് വാഷ്. ഹാൻഡ് വാഷിലാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. നന്നായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ. ബ്രഷസ് ആണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബ്രഷ് ആണെങ്കിലും ബ്ലെൻഡേഴ്സ് ആണെങ്കിലും ക്ലീൻ ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ഷാംപൂവിൽ ക്ലീൻ ചെയ്യുന്നതും ഹാൻഡ് വാഷിൽ ക്ലീൻ ചെയ്തതും അത്യാവശ്യം എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയേക്കുന്നത്. മേക്കപ്പ് റിമൂവർ അത് ശരിക്കും ചിലത് ഇപ്പം ഓയിൽ യൂസ് ചെയ്യും, സാധാരണ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യും. ശരിക്കും മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോക്കനട്ട് ഓയിലും നല്ലതാണ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഏതെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഏതാണ് നാച്ചുറലായിട്ട് വരുന്നത്? നാച്ചുറലായിട്ട് കോക്കനട്ട് ഓയിൽ തന്നെ. പിന്നെ ഞാൻ കൂടുതലും എൻ്റെ ബ്രൈഡ്സിന് യൂസ് ചെയ്യുന്നത് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള മേക്കപ്പ് റിമൂവേഴ്സ് ആണ്. പിന്നെ കഴിവതും മേക്കപ്പ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പേഴ്സണൽ യൂസിനാണെങ്കിൽ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള വൈപ്സോ അല്ലെങ്കിൽ റിമൂവേഴ്സോ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ നമ്മളിപ്പോൾ കിട്ടുന്ന ബ്രൈഡിൻ്റെ സ്കിൻ ഹൈപ്പർ സെൻസിറ്റീവ് ആണ്, ഡ്രൈ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു വെറ്റ് വൈപ്പ് എടുത്തിട്ടത് വൈപ്പ് ചെയ്യുക, നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക എന്നൊരു സ്റ്റെപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ആ വൈപ്പിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് കൂടുതലുണ്ട്. അല്ലെങ്കിൽ ഐ മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് മൈസെല്ലാർ വാട്ടർ അതുപോലുള്ള റിമൂവേഴ്സിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് കൂടുതലുണ്ടെങ്കിൽ ആ ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഒന്നുകൂടെ ഡ്രൈ ആക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെയാണെങ്കിൽ ആ ഇറിറ്റേഷൻ ഒന്നുകൂടെ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ക്ലയൻറ്റിൻ്റെ അടുത്തും സ്റ്റുഡൻസിൻ്റെ അടുത്തും ഒക്കെ സ്ഥിരമായി ഞാൻ പറയുന്നതാണ്, ഈ വൈപ്സ് ഒക്കെ ഉണ്ടല്ലോ, ബേബി വൈപ്സ് അല്ലെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വൈപ്സ് കിട്ടും, അത് നന്നായിട്ടൊന്ന് അതുകൊണ്ടൊന്ന് വൈപ്പ് ചെയ്താൽ ബെറ്ററാണ്. അതിനുശേഷം ഇനിയും മേക്കപ്പ് പോകാനുണ്ടെങ്കിൽ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള മേക്കപ്പ് റിമൂവേഴ്സ് യൂസ് ചെയ്യുക.